everyone, welcome to the first ever video podcasting of Mike and Mine with Krishna. ഒരു ഗസ്റ്റിനൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ നമുക്കുള്ളത് വെച്ച് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൈ ഡ്രൈവിംഗ് ജേർണി. അപ്പോൾ മൈ ഡ്രൈവിംഗ് ജേർണി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ് യെറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. മോർ ദാൻ 1 month ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട് സ്കൂട്ടർ. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് എയിംഡ് എന്ന് പറയാം. പഠിക്കാൻ തുടങ്ങുന്ന മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ 3 ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നു, 4 ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നു. സോ ഇറ്റ്സ് ഓൾസോ പോസിബിൾ ഫോർ മീ. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂപ്പർ ആയിട്ട് വണ്ടി ഓടിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ദാറ്റ്സ് നോട്ട് ഹാപ്പനഡ്. വേറെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പ്രോഗ്രസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പ്രോഗ്രസ് അത്ര വിസിബിൾ അല്ല. പുറമേ നിന്ന് കാണുന്നവർക്ക് എന്നോട് പറയാൻ തുടങ്ങി, ഇതിപ്പോഴും തീർത്തില്ലേ, ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞില്ലേ, കുറെ ആയല്ലോ, ഇത് ചിലപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള പണിയായിരിക്കില്ല. അങ്ങനെ സെൽഫ് ഡൗട്ടിങ് തുടങ്ങി. സെൽഫ് ഡൗട്ടിങ് ഇസ് നോട്ട് അതുകൊണ്ട് മാത്രം എന്നുള്ളതല്ല, ആളുകൾ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമായിരുന്നില്ല എനിക്ക് സെൽഫ് ഡൗട്ടിങ്. അല്ലാതെ തന്നെ എനിക്കൊരു സെൽഫ് ഡൗട്ടിങ് ആയിരുന്നു, ഇത് ശരിക്കും എനിക്ക് പോസിബിൾ ആണോ? കാരണം ഞാൻ വിചാരിച്ച പോലെ വണ്ടി മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എനിക്കിപ്പോ ഹസ്ബൻഡിന്റെ ചെറിയൊരു സപ്പോർട്ട്, ചെറിയ രീതിയിൽ ഒരു ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് തന്നാൽ ഞാൻ ഭയങ്കര സൂപ്പർ ആയിട്ട് ഓടിക്കും. അതൊക്കെ വിട്ട് കഴിഞ്ഞാല് എനിക്കെന്തോ ഒരു പേടിയാണ്. അപ്പോൾ ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഐ ഹാവ് ദാറ്റ് ഫിയർ. എന്തൊക്കെയോ ഒരു പേടിയും സെൽഫ് ഡൗട്ടും എല്ലാം കൊണ്ടും എൻ്റെ മൈൻഡ് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ചെറുപ്പം തൊട്ടേ ഈ സൈക്കിൾ ബാലൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ടും സൈക്കിൾ ഓടിക്കുന്നത്, അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുന്നതൊക്കെ എനിക്കെന്തോ ഭയങ്കര സംഭവമാണ്. ഈ ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യം എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചെറിയ സെൽഫ് ഡൗട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഐ നെവർ ഗോണ ക്വിറ്റ് ദിസ്. ഞാൻ ഒരിക്കലും ഇത് ഗിവ് അപ്പ് ചെയ്യില്ല, ക്വിറ്റ് ചെയ്യില്ല. ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ഡു ദിസ്. ഐ വാണ്ടഡ് ടു ലേൺ ഡ്രൈവിംഗ്. അതിനിപ്പോ 2 മാസമോ 3 മാസമോ 6 മാസമോ 1 വർഷമോ ഐ ഡോണ്ട് കെയർ. ഇൻഷാല്ലാ ഐ വിൽ ലേൺ ടു ഡ്രൈവ്. ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളത്. ആൻഡ് ഇപ്പൊ ഓരോ ദിവസവും ഞാൻ വിചാരിച്ച പോലെ വണ്ടി മൂവ് ആയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഞാൻ വിചാരിച്ച പോലെ മൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പാവാൻ തുടങ്ങി. ഐ ഡോണ്ട് നോ. ഇപ്പോ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇതാണുള്ളത്. എൻ്റെ ഡ്രൈവിംഗ് ആണ് എന്നെ ഇപ്പൊ ലോ ആക്കി വെക്കുന്നതും ഭയങ്കര ചാർജ് ആക്കി വെക്കുന്നതും. ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ച് നന്നായിട്ട് ചെറിയൊരു പ്രോഗ്രസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ആ ദിവസം ഒന്ന് ചാർജ് ആയി. സ്റ്റിൽ എനിക്കിതെന്തോ ഭയങ്കര സംഭവമാണ്. എൻ്റെ ഒരു വിഷൻ ബോർഡിലൊക്കെ 2026 വിഷൻ ബോർഡിലുള്ള ഒരു കാര്യമാണിത്, ടു ലേൺ ഡ്രൈവ് എന്നുള്ളത്. ഇത് ഞാൻ സ്റ്റിൽ ഐ വോണ്ട് ടു ഡ്രൈവ് എന്നുള്ള കാര്യം പറയുന്നത്, ഇപ്പൊ നമ്മൾ എത്ര ഇൻഡിപെൻഡന്റ് ആയാലും ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ലൈക്ക് ദാറ്റ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഡ്രൈവ് ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് എത്ര സമയം എടുത്താലും ഇൻഷാല്ലാ വൺ ഡേ ഐ വിൽ ലേൺ ടു ഡ്രൈവ്. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും പെട്ടെന്നൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമായിരിക്കും. കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ നല്ലപോലെ ക്യാച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് ഡ്രൈവിംഗ്, ഞാൻ പെട്ടെന്ന് പഠിച്ചോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. മേ ബി അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ആ ഓവർ കോൺഫിഡൻസ് എന്നെ ചെറിയ രീതിയിൽ ഡൗൺ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഡ്രൈവിംഗ് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ളവര് പ്ലീസ് കമന്റ് സംതിങ്. ഈ വീഡിയോ ഈസ് എൻറ്റയർലി ഫോർ മൈ മോട്ടിവേഷണൽ പർപ്പസ്. ഒരു ആരുടെങ്കിലും അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇത് ഭയങ്കര കുഞ്ഞു വീഡിയോ ആയിരിക്കും, പോഡ്കാസ്റ്റ്, ബട്ട് എനിക്കെന്തോ ഇതെടുക്കണം എന്ന് തോന്നി ആൻഡ് ദാറ്റ്സ് ഇറ്റ്.